SFC അമ്പലവേടിന്റെ സൺഡേ സ്കൂൾ അധ്യാപകരായ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ സ്കിറ്റ് അവതരിപ്പിക്കുന്നു. മണവാളനും 10 കന്യകമാരും. മത്തായി 25:1 സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. അതോ നോക്കൂ, ആരോ കടന്നു വരുന്നുണ്ടല്ലോ. അതെ, അതവർ തന്നെ, നമ്മുടെ കന്യകമാർ, നമ്മുടെ 10 കന്യകമാർ വരുന്നു. അവർ ഒരുമിച്ച് യാത്ര തിരിച്ചതാണെന്ന് തോന്നുന്നു, അല്ലേ? നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? എന്ത് സ്നേഹമാണ് അവർക്ക്, എന്തൊരു ഒരുമയാണ് അവർക്ക്. അവരുടെ പ്രത്യേകത എന്തെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, അവർക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. ഒരുമിച്ച് യാത്ര തിരിച്ചവരാണെങ്കിലും അവരുടെ ഇടയിലുള്ള പ്രത്യേകതകൾ എന്തെന്ന് നാം അറിഞ്ഞിരിക്കണം. അവർ മാലിന്യപ്പെടാത്തവരാണ്. ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ തീണ്ടിയിട്ടില്ലാത്ത 10 പേരാണ് ഈ കടന്നു വരുന്നത്. ഇനിയും ഇവരെ കുറിച്ച് അധികമായി കേൾക്കണമെങ്കിൽ ഇതാ അവരെ കുറിച്ച് നിങ്ങൾ കേട്ടോളൂ. ശലോമോൻ രാജാവിന്റെ തിരശീലകളെ വെല്ലുന്ന ശോഭയൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമാണ്. ആരാണെന്ന് അറിയണ്ടേ? ഒരുമയൊക്കെ ഉണ്ടെങ്കിലും ഇവർ 2 കൂട്ടമായാണ് യാത്ര. അതെ, ഒരുമിച്ചാണെങ്കിലും ഇവർ 2ആയി തന്നെയാണ് നിൽക്കുന്നത്. ആദ്യത്തെ 5 പേരാണ് ബുദ്ധിയുള്ളവർ കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിനിയും ബുദ്ധിയില്ലാത്തവർ ആരെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടല്ലോ. മനസ്സിലായി കാണുമല്ലോ, അല്ലേ? എങ്കിലും ഇവർ ഒരുമിച്ച് തന്നെയാണ് യാത്ര. ഇവർ പോകുന്നത് എങ്ങോട്ടാണെന്ന് നാം ഇതുവരെ പറഞ്ഞില്ലല്ലോ. മണവാളന്റെ വരവ് ലക്ഷ്യമാക്കി തന്നെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഇവരുടെ മണവാളൻ എങ്ങനെയുള്ള ആളാണെന്ന് നിങ്ങൾക്ക് കേൾക്കുവാൻ ഒരു കൊതിയുണ്ടല്ലേ? കേട്ടോളൂ. ബുദ്ധിയുള്ളവരുടെ ഭാഷയിൽ ആദ്യം നമുക്ക് കേൾക്കാം. ബുദ്ധിയുള്ളവരുടെ ഭാഷയിൽ നാം കേട്ട് കഴിഞ്ഞു. ഇനി അടുത്ത കൂട്ടം. ഒരേ അഭിപ്രായം തന്നെ. ഇനിയും ഉണ്ട് ഇവർക്ക് പ്രത്യേകതകൾ കേട്ടോ. ഇവരുടെ കൈകളിലേക്കൊന്ന് നോക്കിക്കേ. ബുദ്ധിയുള്ളവരുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത്? കയ്യിൽ വിളക്കും, എണ്ണ നിറച്ച പാത്രവും, വിളക്ക് കത്തിക്കുവാനുള്ള തീപ്പെട്ടിയും, വേദപുസ്തകവും ഒക്കെയുണ്ട്. എന്നാൽ ബുദ്ധിയില്ലാത്തവരുടെ കയ്യിൽ എണ്ണ നിറച്ച പാത്രമില്ല. അതാണ് ഇവർ തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം. അവർ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് നോക്കൂ, ഒരു കൂട്ടർ മടുത്തു എന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അവരിടയ്ക്ക് ബൈബിൾ താഴെ വെക്കുന്നുണ്ട്. വിളക്കും താഴെ വെച്ചു. ഓ, മറന്നു, ഇത് ന്യൂജൻ മണവാട്ടിയാ. ബൈബിൾ മറന്നു. പകരം മൊബൈൽ അവരുടെ കയ്യിലായി. അത് തന്നെയാ ഞാൻ പറഞ്ഞത്, ന്യൂജൻ മണവാട്ടിയ.
കണ്ടില്ലേ കാലത്തിന്റെ ഒരു പോക്കേ. എന്തായാലും വിളക്കെടുത്തു. ഭാഗ്യം തന്നെ വിളക്ക് മറന്നില്ല. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്കത് ശ്രദ്ധിക്കാം. 10 പേരും കൂടി ചേർന്നാണേ. ശോശാമ്മേ, വേദപുസ്തകം എടുത്ത് വായിക്കാം. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കാതെ ബൈബിൾ എടുത്തൊന്ന് വായിക്കേ. എടി അന്നാമ്മേ, നിങ്ങളുടെ കയ്യില് വിളക്കിൽ എണ്ണയില്ലേ? എണ്ണ നിറച്ച പാത്രമില്ലേ? എന്റെ കത്രീനെ, ഒരു തവണ എണ്ണ നിറച്ചാൽ എപ്പോഴും നിറയ്ക്കണോ? ഇത് പറ്റി പോത്തൊന്നുമില്ല. അല്ലേ, ഒരിക്കൽ എണ്ണ നിറച്ചാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പകർന്നുകൊണ്ടിരിക്കണം. അതെ, ഒരു കാലത്ത് ഞങ്ങളുടെ വിളക്ക് നന്നായി കത്തിയിരുന്നതാ. അതിന്റെ അർത്ഥം ഞങ്ങളുടെ കയ്യിൽ എണ്ണ ഉണ്ടായിരുന്നല്ലേ? ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ബൈബിള് വായിക്കാം. ആടി, നമുക്ക് മൊബൈലിൽ ബൈബിൾ വായിക്കാം. എന്റെ ഇടയനാകുന്നു, എനിക്കും ഉണ്ടാകില്ല. അങ്ങനെ അവർ മയക്കമായി, ഗാഠനിദ്രയിലായി. ആരോ കൂർക്കം വലിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ കേട്ടോ. അവർ തന്നെ. മണവാളൻ വരുന്നു, അവനെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളി. മണവാളൻ വന്നു, വിധിക്കപ്പെട്ടവരെ കൊണ്ടുപോയി. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കഷ്ടം, 10 പേര് ഒരുമിച്ച് പുറപ്പെട്ടതാണേ, കൈവിട്ടു പോയി. ആകെ നാളും നാഴികയെ മറിയാക്കിക്കൊണ്ട് ഉണർന്നിരിപ്പേ. ഞങ്ങളെ കേൾക്കുന്ന
കഴിയട്ടെ. ഇത്രയും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ സ്കിറ്റ് കാണുന്നു.